മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി 17 ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി. ഏതാണ്ട് 6000 അപേക്ഷകളാണ് ഇതിനോടകം ലഭിച്ചിട്ടുള്ളത്. ഈ അപേക്ഷകരിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി സമർപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ആളുകൾക്കായിരിക്കും ആദ്യം മുൻഗണന കൊടുക്കുന്നത്. ചില അപേക്ഷകൾ നിരാകരിച്ചിട്ടുണ്ട്. പക്ഷേ 6000 പേർക്കും കളക്ടറേറ്റിൽ നിന്ന് പ്രത്യേകമായി കത്തുകൾ അയച്ചിട്ടുണ്ട്. അവർക്ക് മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് അവസരമുണ്ടാകും. ഏറ്റവും മുൻഗണന കൊടുത്തിരിക്കുന്നത് കാണുവാൻ വേണ്ടി പ്രത്യേകമായി വിളിച്ച ആളുകൾ, ആംബുലൻസിലും വീൽചെയറിലും വരുന്ന ആളുകൾ, മൂന്നാമതായി സമയത്ത് പരാതി കൊടുത്ത ആളുകൾ. ഈ 3 കാറ്റഗറിക്കാണ് രാവിലെ മുൻഗണന കൊടുത്തിരിക്കുന്നത്. ചൊവ്വാഴ്ച പരാതിയുമായി വരുന്ന ആളുകൾക്കും മുഖ്യമന്ത്രിയെ കാണാൻ സൗകര്യമുണ്ടാകും. പക്ഷെ അവരെ കാണാൻ വേണ്ടി മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് 1 മണി മുതലാണ് സമയം നിശ്ചയിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി എത്ര വൈകിയാലും എത്ര താമസിച്ചു പോയാലും അവസാനത്തെ അപേക്ഷകരെയും തന്നെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു മാത്രമേ പരിപാടി അവസാനിക്കുകയുള്ളൂ. കേരളത്തിലെ 14 ജില്ലകളിലെയും പരിപാടി 14ാമത്തെ ജില്ലയാണ് കണ്ണൂർ ജില്ല. 13 ജില്ലകളിലും വിജയകരമായി പൂർത്തിയായി. കണ്ണൂരിലെ സാഹചര്യത്തിൽ എനിക്ക് എല്ലാവരോടും വളരെ വിനയപൂർവ്വം അപേക്ഷിക്കാനുള്ളത്, ഈ പരിപാടി വിജയിപ്പിക്കാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ഇടതുപക്ഷ മുന്നണിയും മാർക്സിസ്റ്റ് പാർട്ടിയും നിസ്സഹകരിക്കുന്നതായി ചില വാർത്തകൾ കാണുവാനിടയായി. ഇന്നത്തെ പൊതുജനങ്ങളുടെ വികാരങ്ങളും പൊതുജനങ്ങളുടെ പ്രതികരണങ്ങളും കൂടി കണക്കിലെടുത്തുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ മുഖ്യമന്ത്രിയെ തടയാൻ ഉള്ള ശ്രമങ്ങളിൽ നിന്ന് CPM പിന്തിരിയണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. കണ്ണൂരിൽ വെച്ച് മുഖ്യമന്ത്രിയെ CPMന്റെ കരുത്ത് കാണിക്കുമെന്ന് പ്രസ്താവന വായിക്കാനിടയായി. ഞങ്ങളൊരു ബലപരീക്ഷണത്തിനില്ല, ഒരു ശക്തി പ്രകടനത്തിനില്ല. എല്ലാ പാർട്ടികളുടെയും കരുത്ത് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. പക്ഷെ ഇത് ഒരു ജനസമ്പർക്ക പരിപാടിയാണ്. അത് കണക്കിലെടുത്തുകൊണ്ട് ഈ പരിപാടിക്ക് വരുന്ന ആളുകൾക്ക് തടസ്സം ഉണ്ടാകാതെ ഇരിക്കാനും ഈ പരിപാടി സുഗമമായി മുമ്പോട്ട് പോകാനും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. പരിപാടിക്കെതിരായി ഉണ്ടായിട്ടുള്ള മുന്നറിയിപ്പുകൾ കണക്കിലെടുത്തുകൊണ്ട് സാധ്യമായ ക്രമീകരണങ്ങൾ പോലീസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ബലപരീക്ഷണത്തിനോ നിർഭാഗ്യകരമായ സംഭവങ്ങൾക്കോ ദയവായി വഴിതെളിക്കരുത്. കണ്ണൂർ വീണ്ടും ഒരു സംഘർഷ മേഖലയായി മാറ്റുവാൻ പരിശ്രമിക്കരുത്. മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ സന്ദർശനം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ദയവായി അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് മുതിരരുതെന്നും ഈ ബഹുജന സമ്പർക്ക പരിപാടി വിജയിപ്പിക്കാൻ അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു പോകാൻ തയ്യാറാകണമെന്നും ഞാൻ ഇടതുപക്ഷ മുന്നണിയോടും മാർക്സിസ്റ്റ് പാർട്ടി പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. മാധ്യമങ്ങളുടെ സഹകരണം അപേക്ഷിക്കുന്നു. രാവിലെ 8 മണിക്ക് തന്നെ മുഖ്യമന്ത്രി പരിപാടി ആരംഭിക്കും. അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. പരിപാടി നീണ്ടുപോവുകയാണെങ്കിൽ മടങ്ങിപ്പോകേണ്ട ആളുകൾക്ക് രാത്രി 8 മണിക്ക് ശേഷം പ്രത്യേകമായ കേന്ദ്രങ്ങളിലേക്ക് ബസ് സർവീസ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. യാതൊരു തടസ്സം ഉണ്ടാവില്ല. പക്ഷേ ഈ ഐഡന്റിറ്റി കാർഡിന്റെ കോപ്പി നിർബന്ധമായിട്ടും പരാതിക്കാരിൽ നിന്നും അൺസ്ലോട്ടഡ് ആയിട്ടുള്ള പരാതിക്കാരിൽ നിന്നും മേടിച്ചു വെക്കുന്നതാണ്, സുരക്ഷ മുൻനിർത്തിക്കൊണ്ട്.
പരിപാടിക്ക് മാവോയിസ്റ്റ് ഭീഷണി ഉണ്ടോ എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഇവിടെ എനിക്ക് ആകെ പറയാൻ പറ്റുന്നത് ഇവിടെ ഈ അടുത്ത് പെരിങ്ങോം സ്റ്റേഷൻ ലിമിറ്റിൻ്റെ ഒരു സംഭവം ഉണ്ടായി. ഒരു അങ്ങനെ ഒരു മൂവ്മെൻറ്റ് പ്രസൻസ് ലൊക്കേറ്റ് ചെയ്തു. അതിനു വേണ്ടിയുള്ള നടപടികൾ, അതായത് അവരെ സെർച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി പിന്നീട് സ്പെഷ്യലൈസ്ഡ് ടീം വരികയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ഈ പരിപാടി സ്പെസിഫിക്കോ അല്ലയോ മാവോയിസ്റ്റ് പ്രസൻസ് ജില്ലയിലുണ്ട്. അതിനുള്ള മുൻകരുതൽ എടുക്കും. കഴിഞ്ഞ ദിവസത്തെ പരിപാടികളൊക്കെ കഴിയുമ്പോൾ അവസാന ഘട്ടം പരാതികളും ശയ്യാവലംബരായ ആളുകൾക്ക് മുഖ്യമന്ത്രി കാണാൻ എല്ലാവരും നിരാശരാകും. ആത്മഹത്യ ഉൾപ്പെടെയുണ്ടാകും. ഇത്തരം പരിപാടികൾ ഒഴിവായിക്കൂടെ ഈ പരിപാടികൾ? അല്ല, ഞാനൊന്ന് പറയട്ടെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. രാവിലെ ഈ 13 ജില്ലകളിലും രാവിലെ 8 മണി മുതൽ, ഞാൻ 4 ജില്ലകളിൽ പോയ ആളാണ്. കോട്ടയത്ത് കഴിയുന്നത് 4 മണിക്കാണ്. ഒരാൾ പോലും അത് അവശേഷിച്ചിരുന്നില്ല പരാതി കൊടുക്കാൻ വേണ്ടി. ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇടുക്കിയിൽ വെച്ച് പരാതി വാങ്ങാൻ ചിലർ വിട്ടുപോയി എന്നുള്ളതാണ്. ഞാനത് അന്വേഷിച്ചപ്പോഴത്തേക്ക് അങ്ങനെയല്ല, പരാതി മുഴുവൻ വാങ്ങിച്ചു. പക്ഷേ ഈ ഓൺ ദ സ്പോട്ട് വരുന്ന പരാതി വാങ്ങിച്ച് ഡിസ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. പരാതി സമയത്ത് കൊടുത്താൽ പരാതി പരിശോധിച്ച് അതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പരിശോധിച്ച് നടപടി ഉണ്ടാകും. ആ സമയത്ത് കൊടുക്കാൻ പോയാൽ ഇത് വാങ്ങിച്ചു വെക്കാമെന്നല്ലാതെ ഒരു സ്ക്രൂട്ടിന് സാധിക്കത്തില്ല. അങ്ങനെ പോയ പരാതികളുണ്ടാകാം. പക്ഷേ ദയവായിട്ടൊന്ന് മനസ്സിലാക്കണം, ഒരു മുഖ്യമന്ത്രി രാവിലെ 8 മണി മുതൽ രാത്രി 2 മണി വരെ, അതായത് 16 മണിക്കൂർ അല്ലേ, 16 മണിക്കൂർ നിന്ന് ഇത് വാങ്ങിച്ചിട്ട് വിട്ടുപോയ കാര്യം മാത്രമേ പറയാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയുള്ളൂ. ഒരു ചെയ്ത ഗുഡ്വിൽ അപ്രീഷിയേറ്റ് സാധിച്ചില്ല.